നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. തൃശൂർ മണ്ഡലം ത്രികോണ മത്സരത്തിൻ്റെ തീച്ചൂളയിലാണ് എന്ന് പൊതുവെ വിചാരിക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കോൺഗ്രസ് ഒരു അപ്രതീക്ഷിത തീരുമാനം എടുത്തതോടുകൂടി മത്സരത്തിൻ്റെ ചിത്രം ആകെ മാറിമറിഞ്ഞ നിലയുണ്ട്. കെ മുരളീധരൻ അവിടേക്ക് വരുന്നത് NDA സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനല്ലേ എന്ന് ചോദിക്കുന്നു BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. തോൽപ്പിക്കാൻ വരുന്നയാൾ തോൽപ്പിക്കുമോ എന്ന ഭയം BJP സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളിലുണ്ടോ എന്ന് സംശയം. ഇതിനു മുൻപും BJP സ്ഥാനാർത്ഥിയുടെ വിജയമോഹത്തെ പരാജയപ്പെടുത്തിയതിൻ്റെ കഥ കെ മുരളീധരനുണ്ട് എന്നതുകൊണ്ട് തന്നെ BJPക്ക് വലിയ പരാജയ ഭീതി തൃശ്ശൂരിൽ ഉടലെടുത്തിട്ടുണ്ടോ? സ്ഥാനാർത്ഥിയെ മാറ്റിയത് വഴി വളരെ പവർഫുള്ളായ ഒരു മത്സരത്തിന് ഞങ്ങളും നിൽക്കുന്നു എന്ന സന്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചോ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അലട്ടുന്നുണ്ടോ? സത്യത്തിൽ രണ്ട് മത്സരാർത്ഥികൾ മാത്രം ഇപ്പോൾ മുഖ്യധാരയിൽ അവശേഷിക്കുന്ന ഇടമായി തൃശ്ശൂർ മാറിയിട്ടുണ്ടോ? ത്രികോണ മത്സരം എന്നത് അപ്രസക്തമായോ? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന്. അനിൽ അക്കര കോൺഗ്രസ് നേതാവ്, നിതിൻ കണിച്ചേരി CPIM-ൽ നിന്ന്, P കൃഷ്ണദാസ് BJP നേതാവ് എന്നിവരാണ് ഈ ചർച്ചയിൽ ഉള്ളത്. ആദ്യം കൃഷ്ണദാസ്, NDAയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനാണ് മുരളീധരൻ വരുന്നത് എന്നത് ഒരു വിലാപം പോലെ പറയുകയാണോ BJP സംസ്ഥാന പ്രസിഡന്റ്? അങ്ങനെയല്ലല്ലോ. അതിൽ പ്രധാനമായും കാണേണ്ടത് നിഷാദ്, ഇടതുപക്ഷത്തിനൊരു അവിടെ ഒരു സ്ഥാനാർത്ഥി ശക്തമായി നിലവിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. ഇടതു മുന്നണിക്ക് തൃശ്ശൂരിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പാളയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വേണം തൃശ്ശൂരിൽ ആദ്യം നോക്കിക്കാണാൻ. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയവും ഇടതുപക്ഷത്തിന് പ്രസക്തിയില്ലാതെ BJPയുടെ സ്ഥാനാർത്ഥി ശ്രീ സുരേഷ് ഗോപിയും UDFിൻ്റെ സ്ഥാനാർത്ഥിയുമായി തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം തൃശ്ശൂരിൽ മാറാൻ പോകുന്നു എന്നുള്ളതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്ന CPIയുടെ സ്ഥാനാർത്ഥി. CPI മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം എടുക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ന് വലിയ ആശങ്കയും ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള ഉദാഹരണമാണ് വയനാട് നിയോജക മണ്ഡലം. മറ്റൊന്ന് ആലപ്പുഴയിൽ നടക്കുന്ന മത്സരം. അത് വയനാട്ടിലേതാണെങ്കിലും ആലപ്പുഴയിലേതാണെങ്കിലും ഇടതുപക്ഷവുമായി ചേർന്നുകൊണ്ട് നടക്കുന്ന ചില ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ പ്രസക്തമാകുന്നത് തൃശ്ശൂരിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ CPIയുടെ സ്ഥാനാർത്ഥി മത്സരരംഗത്ത് വരുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നറിയാൻ തൃശ്ശൂരിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് TN പ്രതാപൻ മാറാനുള്ള സാഹചര്യമുണ്ടായത്? അപ്പോൾ TN പ്രതാപൻ മത്സരിക്കുമ്പോൾ ഉണ്ടാകുമായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ മാറ്റിവെച്ചുകൊണ്ട് മുരളീധരനെ UDFിൻ്റെ സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ എന്ത് രാഷ്ട്രീയമാണ് ഇടതുപക്ഷവും അതുപോലെ തന്നെ UDFും തമ്മിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത്, എന്ത് നീക്കുപോക്കാണ് നടന്നിട്ടുള്ളതെന്ന് വിശദമാക്കേണ്ടത് അവരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയം പരിശോധിച്ചാൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ അങ്ങ് ഇൻട്രോയിൽ സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, മുരളീധരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരിയിൽ അദ്ദേഹത്തിന് ആദ്യമുണ്ടായിട്ടുള്ള അനുഭവം എന്താണ് എന്നുള്ളത് രാഷ്ട്രീയ കേരളം കണ്ടിട്ടുള്ളതല്ലേ. അപ്പോൾ മുരളീധരനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ ഒരു മൾട്ടിപ്പിൾ അജണ്ടയാണുള്ളത്. ഒന്നുകിൽ ഇടതുപക്ഷവുമായി ഒരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക, അതല്ലെങ്കിൽ UDFിനെ സംബന്ധിച്ചിടത്തോളം UDF ആ സീറ്റ് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ ഒഴിവാക്കാൻ പോകുന്നു, അതുകൊണ്ടാണല്ലോ പ്രതാപനെ മാറ്റുന്നത്, പ്രതാപൻ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥിയാണ് എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ പ്രതാപനെ മാറ്റി മറ്റൊരാളെ കൊണ്ടുവരുമ്പോൾ ആ സീറ്റ് ജയിക്കേണ്ടതില്ല എന്ന് UDF തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ മറ്റൊരാളെ കൊണ്ടുവരിക എന്ന് വെച്ചാൽ പ്രതാപനേക്കാൾ ദുർബലനായ ഒരാളെ അല്ലല്ലോ കൊണ്ടുവരുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിരലിലെണ്ണാവുന്ന നേതാക്കളിൽ ഒരാൾ, ഏറ്റവും ടവറിംഗ് ലീഡർ എന്ന് വിളിക്കാവുന്ന ക്രൗഡ് പുള്ളറായിട്ടുള്ള ഒരാളെ അവിടെ കൊണ്ടുവരുന്നത്, അല്ലാതെ ഒരു ദുർബലനെ കൊണ്ടുവന്ന് തോക്കാൻ തീരുമാനിക്കുകയല്ലോ. നിഷാദ്, അതുകൊണ്ടാണ് ഞാൻ വടക്കാഞ്ചേരിയുടെ ഉദാഹരണം നേരത്തെ സൂചിപ്പിച്ചത്. ഇതിനേക്കാൾ ശക്തനായി, ഇതിലും പവർഫുള്ളായി വലിയ 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 കസേരകൾ മോഹമിട്ടുകൊണ്ട് ശ്രീ കെ മുരളീധരൻ മത്സരിച്ച സാഹചര്യം വടക്കാഞ്ചേരിയിൽ ഉണ്ടായിരുന്നല്ലോ നേരത്തെ. അദ്ദേഹം ഇതിന് മുൻപ് തോറ്റുപോയിട്ടുണ്ട് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
പക്ഷെ ആ കാലഘട്ടവും ആ രാഷ്ട്രീയ അന്തരീക്ഷവും ആ ഇമേജും കെ മുരളീധരൻ്റെ കാര്യത്തിലടക്കം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയാൻ പറ്റുമോ? പണ്ട് തോറ്റിട്ടുണ്ട്, കരുണാകരൻ്റെ കുടുംബത്തെ പണ്ട് തോൽപ്പിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? കരുണാകരൻ്റെ കുടുംബമായാൽ തോൽക്കും, ബുധനാഴ്ചയായ തോക്കും, ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ ഉണ്ടോ? എനിക്കറിയില്ല. കാലം മാറുകയാണ്. കാലം മാറുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നു, രാഷ്ട്രീയ പരിസ്ഥിതി മാറുന്നു, വോട്ടിംഗ് പാറ്റേൺ മാറുന്നു. അങ്ങനെ പല ഘടകങ്ങളില്ലേ. നേതാവ് തന്നെയും മാറുന്നു, നേതാവിൻ്റെ പ്രതിച്ഛായ മാറുന്നു. അപ്പോൾ അതുകൊണ്ട് മുൻപ് തോറ്റിട്ടുണ്ട് എന്നത് ഇപ്പോഴത്തെ ഒരു ഘടകമാണോ എന്ന് ചോദിച്ചാൽ എനിക്കതിൽ തർക്കമുണ്ട്. അല്ല, നിഷാദിന് തർക്കമുള്ളതുപോലെ തന്നെ എനിക്ക് മറ്റൊരു വിഷയത്തിൽ തർക്കമുണ്ട്. എന്തുകൊണ്ടാണ് തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച്, UDFൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരിയെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അവർ തിരിച്ചെന്താ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇതെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയല്ലേ? യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ശ്രീ മുരളീധരൻ്റെ സഹോദരിയെക്കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്? അത് കോൺഗ്രസ്സുകാർ ആലോചിക്കില്ലേ? സാധാരണ ജനങ്ങൾ ആലോചിക്കില്ലേ? രാഷ്ട്രീയത്തിൽ അത് ചർച്ച ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ എന്താണ്? പൊളിറ്റിക്കലി അവർ കാണിച്ചത് അവരുടെ പിതാവിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള സംഗതിയാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ ആക്ഷേപിച്ചു എന്നാണെങ്കിൽ മുരളീധരൻ തന്നെ ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. അങ്ങനെ കരുണാകരനെ ആക്ഷേപിച്ചതല്ല രാഹുൽ പറഞ്ഞത് പിതാവിൻ്റെ പാരമ്പര്യത്തെ ഒറ്റുകൊടുത്ത ആൾ എന്ന നിലയ്ക്കാണ്. വളരെ ക്ലാരിറ്റി വരുത്തിയാണ് രാഹുൽ അത് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നീ തോറ്റുപോയതിൻ്റെ കഥയാണ് താങ്കൾ തുടക്കത്തിൽ പറഞ്ഞത്. തോറ്റുപോയതിൻ്റെ കഥയാണെങ്കിൽ ഒരു കാലത്തും അംഗീകരിക്കപ്പെടാത്ത, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു കാലത്തും അംഗീകരിക്കപ്പെടാത്ത ആളെയാണ് നിങ്ങളിപ്പോൾ കൂടെ കൂട്ടിയിട്ടുള്ളത്. മുരളീധരൻ പണ്ട് തോറ്റിട്ടില്ല എന്ന് കഥ പറയും നിങ്ങൾ. ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാത്ത പത്മജ വേണുഗോപാലൻ പറയുന്നതിൻ്റെ കൂടെ ആളുണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൽ പരം വലിയ തമാശ വരെ ഉണ്ടാവുമോ? ഞാൻ ജയിച്ചതിനെ സംബന്ധിച്ച് മാത്രമല്ലല്ലോ പറഞ്ഞത്. ശ്രീ മുരളീധരൻ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം, അങ്ങ് മുരളീധരൻ വലിയ പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു തൃശ്ശൂരിൽ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിൻ്റെ രാഷ്ട്രീയം തൃശ്ശൂരിലെ മണ്ഡലം തന്നെ ഉദാഹരണിച്ചുകൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താണ് നടക്കാൻ പോവുക എന്നുള്ളതിനെ സംബന്ധിച്ച് അവർ നോക്കിക്കാണുന്നുണ്ടല്ലോ. തൃശ്ശൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ. ഒരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചതാണ്. ഇവിടെ വടകര സീറ്റിനെ സംബന്ധിച്ചാണെങ്കിലും, വയനാട് സീറ്റിനെ സംബന്ധിച്ചാണെങ്കിലും, തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിലും, ആലപ്പുഴയെ സംബന്ധിച്ചാണെങ്കിലും എല്ലാം ഇടതുപക്ഷവുമായി ഉണ്ടാക്കിയിട്ടുള്ള UDFൻ്റെ ധാരണ എന്താണ്, അഡ്ജസ്റ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് മാത്രമേ വരുന്ന ദിവസം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ് CPMൻ്റെ നേതാക്കന്മാർ ആലപ്പുഴയിൽ രാജ്യസഭയിൽ നിന്ന് ഒരു സീറ്റ് കുറക്കാൻ വേണ്ടിയാണ് ശ്രീ വേണുഗോപാൽ മത്സരിക്കുന്നത് എന്ന് പറയുന്നത്? അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. ആ രാഷ്ട്രീയത്തിൻ്റെ പിന്നിലുള്ള കച്ചവടം എന്താണ് എന്ന് മാത്രമേ അറിയാറുള്ളൂ. അതിൽ ഏത് തരത്തിൽ, ഏത് മണ്ഡലത്തിലേക്ക് ആരെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ മാറാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ മാത്രമേ ഇവിടെ മത്സരിക്കുന്നുള്ളൂ. ഒന്ന് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മത്സരിക്കുന്ന ശ്രീ കെ മുരളീധരൻ, മറ്റൊന്ന് BJPയുടെ NDA മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീമാൻ സുരേഷ് ഗോപി. അപ്പോൾ വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2024 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരാൻ വേണ്ടി പോകുന്ന സർക്കാരിൽ ആര് തൃശ്ശൂരിനെ പ്രതിനിധീകരിക്കണമെന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തിരഞ്ഞെടുക്കാൻ പോകുന്നത് ഈ സർക്കാർ, നിലവിലുള്ള സർക്കാർ തുടർന്ന് വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ശ്രീ സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ നിന്നുണ്ടാകുന്ന വിജയത്തിനെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അങ്ങനെ വന്നാൽ ഉണ്ടാകാവുന്ന തൃശ്ശൂരിൻ്റെ വികസനത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയമാണ് അവിടെ നടപ്പാക്കാൻ വേണ്ടി പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, അതൊക്കെ ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യമാണ്. അടുത്ത സർക്കാർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ സർക്കാരിൻ്റെ പ്രതിനിധിയായ ഒരാളെ തിരഞ്ഞെടുക്കും. അതെല്ലായിടത്തും എല്ലാവരും പറഞ്ഞ കാര്യത്തിൽ കേന്ദ്രമന്ത്രിയെ വേണ്ടേ, ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രതിനിധിയെ വേണ്ടേ? ജനാധിപത്യ ക്രമത്തിൽ അത് എന്തുമാത്രം ശരിയാവണ്ണമുള്ള ഒരു അവകാശവാദവും പ്രഖ്യാപനവുമാണെന്ന ചോദ്യം വേറെ തന്നെ ഉണ്ട്. നമുക്ക് കണക്കുകൾ നോക്കാം, സാധ്യതകൾ പരിശോധിക്കാം. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ രാഷ്ട്രീയ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സുരേഷ് ഗോപി മത്സരിക്കുമ്പോൾ അപ്പുറത്തുണ്ടായിരുന്ന CPIയുടെ സ്ഥാനാർത്ഥിക്ക് സുനിൽകുമാറിനോളം പ്രഭയുണ്ടായിരുന്നില്ല, സുനിൽകുമാറിനോളം അടിത്തറ ഉണ്ടായിരുന്നില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ സുനിൽകുമാർ എന്ന് പറയുന്ന ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥിയെ അവിടെ ലെഫ്റ്റ് വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് കെ മുരളീധരൻ എന്ന് പറയുന്ന നിങ്ങളുടെ അവസാനത്തെ വിജയ സാധ്യതയ്ക്ക് ആണി അടിച്ച പാരമ്പര്യം ഉള്ള ഒരാൾ വരികയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 1.5 വർഷക്കാലം സുരേഷ് ഗോപി തൃശ്ശൂരിനകത്ത് വലിയ തോതിലുള്ള ദൃശ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കളത്തിലേക്ക് കൂടുതൽ കരുത്തരായ സ്ഥാനാർത്ഥികൾ വന്നപ്പോൾ പഴയ ഒരു ഗുമ്മുണ്ടോ ശരിക്കും ശ്രീകൃഷ്ണദാസ്? നിഷാദെ,
അങ്ങ് മുരളീധരൻ്റെ പ്രഭാവലയത്തെക്കുറിച്ച് പറയുന്നത് വട്ടിയൂർക്കാവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണെങ്കിൽ ശ്രീ സാക്ഷാൽ കെ കരുണാകരൻ തന്നെ തൃശ്ശൂരിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ ജില്ലയിൽ പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രഭാവലയം തൃശ്ശൂരിലുണ്ടോ എന്നുള്ളത് അവർ തന്നെ ആലോചിക്കേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ പറഞ്ഞ കെ കരുണാകരന്റെ മകൻ എന്ന് പറയുന്ന വോട്ട് പിടിച്ചാൽ എന്നതിന്റെ ആ വിലാസത്തിന്റെ അപ്പുറത്തേക്ക് മുരളീധരൻ വളർന്നില്ലേ? നമ്മൾ കരുണാകരൻ തോറ്റുപോയിടത്തെല്ലാം മുരളീധരൻ തോക്കും, കരുണാകരന്റെ മകന്, കരുണാകരന്റെ കുടുംബം. എനിക്ക് തോന്നുന്നില്ല അതിന്റെ സമയം കഴിഞ്ഞു. അതിനപ്പുറത്തേക്കൊക്കെ മുരളീധരൻ വിലാസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെയാണ്. അതാ ഞാൻ സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് CPI അവിടെ അവരുടെ സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഇടതുപക്ഷം അവരുടെ വോട്ട് പിടിച്ചാൽ സ്വാഭാവികമായും വലിയ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിക്കാനുള്ള സാധ്യത ഉണ്ടാകും. അതിനൊരു തർക്കവുമില്ല. അവിടെയാണ് ഞാൻ എൻ്റെ സംശയം പ്രകടിപ്പിച്ചത്. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ധാരണയോ അഡ്ജസ്റ്റ്മെന്റോ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതാണ് മുരളീധരന്റെ വിജയസാധ്യതയെ കാണേണ്ടതുള്ളൂ. അതിന്റെ പ്രധാനപ്പെട്ട കാരണം, ഇവർ ആര് ജയിച്ചു പോയാലും പിന്തുണക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ്, ഇവരാര് ജയിച്ചു പോയാലും പിന്തുണക്കുന്നത് സോണിയാഗാന്ധിയാണ്. അപ്പം ഞാൻ മറ്റൊരു അവകാശവാദത്തെക്കുറിച്ചല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി എന്നുള്ള നിലയിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും തൃശ്ശൂർ മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചാലും ഉണ്ടാകുന്ന പ്രതിഫലനം അത് UDF-നെ സംബന്ധിച്ചാണെങ്കിലും LDF-നെ സംബന്ധിച്ചാണെങ്കിലും ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ തരത്തിൽ തീരുമാനമെടുക്കേണ്ടത് LDF ആണ്. LDF-ന്റെ തീരുമാനത്തിനനുസരിച്ചാണ് മുരളീധരന്റെ വിജയവും പരാജയവും ഇരിക്കുന്നത്. LDF പൂർണ്ണമായും വോട്ട് പിടിച്ചാൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും, അതിനൊരു തർക്കവുമില്ല. LDF ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ് തൃശ്ശൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, രണ്ട് പ്രധാനപ്പെട്ട മുന്നണികൾ തമ്മിലേ ഇവിടെ തൃശ്ശൂരിൽ മത്സരമുള്ളൂ. അതുകൊണ്ടാണല്ലോ ശ്രീ സുരേഷ് ഗോപി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നത് പരാജയ ഭീതി എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട വിഷയമേ അല്ല. ഞങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രീയം പറയുന്നു, ഞങ്ങളുടേതായിട്ടുള്ള അജണ്ട മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഉണ്ടായ ഒരു പുതിയ ഡെവലപ്മെന്റ് ചോദിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ധീവര സഭയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ്. സമുദായ അംഗത്തിന് നൽകിയിട്ടുള്ള സീറ്റ് തിരിച്ചെടുത്തതിന് പറഞ്ഞ ന്യായമൊന്നും അംഗീകരിക്കാൻ കഴിയില്ല, സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും പ്രതിഫലിക്കാൻ പോവുകയാണ് ഇത് എന്ന്. അപ്പോൾ അത് നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഞാനൊരു പുതിയ അപ്ഡേറ്റ് ചോദിക്കുകയാണ്. ഈ ധീവര സഭയുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നു. പ്രതാപന് കൊടുത്ത സീറ്റ് തിരിച്ചെടുത്തത് ശരിയായില്ല, അതിന് പറയുന്ന ന്യായമൊന്നും നിലനിൽക്കുന്നതല്ല, എല്ലാ മണ്ഡലങ്ങളിലും ഞങ്ങളുടെ എതിർപ്പ് പ്രതിഫലിക്കുമെന്ന്. അല്ല, ഇതിനകത്ത് നിഷാദ് പറഞ്ഞത് ഒരു സഭയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അതിൻ്റെ വ്യക്തമായ കാരണങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഈ സീറ്റ് പിന്നെ ശ്രീ കെ മുരളീധരനെ പ്രഖ്യാപിച്ചപ്പോൾ അതങ്ങനെ നറുക്കെടുത്ത് പ്രഖ്യാപിച്ചതാണോ എന്നാണോ കരുതുന്നത്? ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടങ്ങളിൽ മുഴുവൻ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് ഫോളോ ചെയ്ത ഒരു രാഷ്ട്രീയ നേതാവാണ് ശ്രീ TN പ്രതാപൻ എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടി സമ്മതത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇവിടെ ശ്രീ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും സഭയുടെ പിന്നെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ അതിനെ തുലനം ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ അത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യില്ല. ഇവിടെ കൃഷ്ണദാസ് പറഞ്ഞ രസകരമായ കാര്യങ്ങൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പിന്നെ LDF കാൻഡിഡേറ്റിനെ കുറിച്ചും തങ്ങളുടെ കാൻഡിഡേറ്റിനെ കുറിച്ചും ഒക്കെ കൃത്യമായി ഓരോ കാര്യങ്ങൾ മാറി മാറി പറയുകയാണ്. എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ ഈ 20 മണിക്കൂറിനകത്ത് അല്ലെങ്കിൽ ഇന്നൊരു 12 മണിക്കൂറിനകത്ത് ഈ തൃശ്ശൂർ ജില്ലയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് അദ്ദേഹം വായിച്ചു കിട്ടുന്നത് എനിക്കറിയില്ല. രാവിലെ എല്ലാ ചാനലുകളിലും പറഞ്ഞ വാർത്തയാണ്, സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വലിയ വാർത്തയാണ്. സുരേഷ് ഗോപി പറയുകയാണ്, ഞാൻ ഈ പരിപാടിയിലേക്കൊക്കെ വരുന്ന സമയത്ത് ബൂത്ത് പ്രസിഡന്റുമാരെ കാണാനില്ല, സംഘാടകരെ കാണാനില്ല, വോട്ട് ചെയ്യാൻ വേണ്ട പൗരന്മാരെ കാണാനില്ല, നിങ്ങൾ എന്ത് ജോലിയാണ് ഇവിടെ എടുക്കുന്നത്? എനിക്കിവിടെ മത്സരിക്കാൻ താല്പര്യമില്ല, ഞാൻ മടങ്ങി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്, ഞാൻ രാജീവ് ചന്ദ്രശേഖറുമായി ബന്ധപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ പോവുകയാണ്. 2 ദിവസം മുമ്പ് പറഞ്ഞു ഞാൻ 3-ാം സ്ഥാനത്തോ 10-ാം സ്ഥാനത്തോ വരട്ടെ എന്ന് പറഞ്ഞു. കിരീടം, സ്വർണ്ണ കിരീടം. ഒരു സ്ഥലത്ത് പ്രചരണ പരിപാടിക്ക് പോകുമ്പോൾ ആളില്ല, അപ്പൊ ബൂത്ത് പ്രസിഡന്റിന്റെയും ബൂത്തിന്റെയും ജോലി എന്താണ്? അപ്പൊ അവിടെയുള്ള ഒരു സ്ത്രീ പറയുന്നു, സാറേ ഇവിടത്തുകാർ നമ്മളെ അടുപ്പിക്കുന്നില്ല. അങ്ങനെ അടുപ്പിക്കാത്ത സ്ഥലത്തേക്ക് എന്നെ എന്തിനാ കൊണ്ടുവരുന്നത്? എന്താവശ്യത്തിനാണ്? അങ്ങനെയാണെങ്കിൽ ഞാൻ പോകും എന്നാണ് അതിന്റെ ഫുൾ ടെക്സ്റ്റ്. അതാണ് ഒരു സ്ഥാനാർത്ഥിയെ കുറിച്ച്
അവരുടെ പ്രവർത്തകരെ കുറിച്ച് അത്ര മോശമായിട്ട് പറയാൻ കഴിയുമോ? രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ. ഞാനൊരു ഭംഗി വെച്ച് പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഈ 3 ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കിയാൽ സ്ഥാനാർത്ഥിക്ക് പോലും താല്പര്യമില്ലാത്ത ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. എന്ന് വെച്ചാൽ BJPയുടെ സ്ഥാനാർത്ഥിക്ക് പോലും മത്സരിക്കാൻ താല്പര്യമില്ലാത്തൊരു സ്ഥലമായി ആ സ്ഥാനാർത്ഥിയെ കണ്ടുവച്ച സാഹചര്യത്തിൽ പിന്നെ എന്ത് ത്രികോണ മത്സരമാണ് ഇവിടെ നടക്കുന്നത്? ഇതിൻ്റെ ഒരു പഴയകാല പാരമ്പര്യം നമുക്കെടുക്കാം. സുരേഷ് ഗോപിയുടെ മാത്രം. സുരേഷ് ഗോപി 2019 ഇവിടെ പാർലമെൻറ്റ് ഇലക്ഷനിൽ മത്സരിക്കാൻ വരുന്ന സമയത്ത് 7 അസംബ്ലി മണ്ഡലങ്ങളാണുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് തൃശ്ശൂർ അസംബ്ലി മണ്ഡലമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം. അവിടെ രാജാജി മാത്യു തോമസിനെ 3-ാം സ്ഥാനത്താക്കി ശ്രീ TN പ്രതാപനെ 1-ാമത് കഴിഞ്ഞാൽ 2-ാമത് വന്ന സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2019. അതിനുശേഷം 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ പാർലമെൻറ്റിനകത്തെ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നേരത്തെ അദ്ദേഹം 2-ാം സ്ഥാനത്ത് വന്ന മണ്ഡലത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനക്കാരനായി. എന്ന് വെച്ചാൽ 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 2 വർഷത്തെ അദ്ദേഹത്തിൻ്റെ തുടർച്ചയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് വന്നൊരു സാഹചര്യമാണ്. പിന്നെ 2023 കടന്ന് 2024 കടക്കുമ്പോൾ സുരേഷ് ഗോപി പറയുകയാണ്, എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? പ്രവർത്തകർക്ക് താല്പര്യമില്ല, നാട്ടുകാർക്ക് താല്പര്യമില്ല, അങ്ങനെ ഒരു സ്ഥലത്തേക്ക് എന്തിനാണ് കൊണ്ടുവരുന്നത് എന്ന് ചോദിക്കുന്ന സുരേഷ് ഗോപി എന്ത് സ്ഥാനാർത്ഥിയാണ്? ഞങ്ങൾ അവരുമായി എന്ത് മത്സരമാണുള്ളത്? അതാണ് ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ശ്രീ കൃഷ്ണദാസ് ചർച്ച ചെയ്യേണ്ടത്. ഒരു താല്പര്യമില്ല സ്ഥാനാർത്ഥിയെ നിങ്ങൾ കെട്ടിയിറക്കിയതാണോ? ഇതാണോ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്? കാൻഡിഡേറ്റിന് പോലും പിന്നെ താല്പര്യമില്ലാത്ത എന്ത് ഗ്യാരണ്ടിയാണ് നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഒന്ന് പ്രഖ്യാപിച്ചത്? ഈ സുരേഷ് ഗോപിക്ക് തന്നെ ഒരു ഗ്യാരണ്ടിയും ഇല്ല എന്നുള്ളത് മാതാവിന് കൊടുത്ത കിരീടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നിന്ന് സ്പഷ്ടമാണ്. ഇനി മോഡിയെയും പറ്റിച്ചോ എന്ന കാര്യം എനിക്കറിയില്ല. ഇത് സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ BJPയുടെ അവിടുത്തെ വോട്ട് വിഹിതത്തിന്റെ കണക്കെടുത്താൽ ഓരോ തെരഞ്ഞെടുപ്പിലും അത് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അവർ 2,91,000 വോട്ടുകൾ സമാഹരിച്ചു അവിടെ. അതിന് പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം താഴേക്ക് പോകാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അപ്പോൾ മുതൽ സുരേഷ് ഗോപി അവിടെ പ്രവർത്തിക്കുകയാണ്. നിരന്തരമായി അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കുകയാണ്. തൃശ്ശൂർ എടുക്കാൻ വേണ്ടി അവിടെ ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുകയാണ്. ഇത്തവണ കൂടുതൽ കോൺഫിഡൻസ് വന്നിരിക്കുന്നു. സുരേഷ് ഗോപിയെ പിന്തുണയ്ക്കാൻ കുറേ ആളുകളെ അദ്ദേഹത്തിന് അവിടെ സംഘടിപ്പിക്കാൻ കഴിയുന്നുണ്ട്. മോദി തന്നെ പല തവണ തൃശ്ശൂരിൽ വന്നു. കാരണം BJPയുടെ കേന്ദ്ര നേതൃത്വം പോലും വളരെ പ്രതീക്ഷാ നിർഭരമായി കാണുന്ന ഒരു മണ്ഡലമായി ആ മണ്ഡലം വികസിച്ചിട്ടുണ്ട്. ഇനി 10% വോട്ടിൻ്റെ ഡിഫറൻസേ ഉള്ളൂ, അത് നേടാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ 2 ശക്തരായ സ്ഥാനാർത്ഥികൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നാൽ ആ നിലയ്ക്ക് സ്പ്ലിറ്റായി പോകുന്ന വോട്ട് ഉപയോഗപ്പെടുത്താം എന്നൊക്കെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ പാർട്ടിയും കണക്കാക്കുന്നു തോന്നുന്നു. 2014 നിന്നും 2019 ഇപ്പോൾ BJPയുടെ വോട്ട് വിധം വർദ്ധിച്ചു. അന്ന് NDA മത്സരിക്കുകയാണ്. പണ്ട് NDA മത്സരിക്കുന്ന സമയത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട പാർട്ടി അതിനകത്തുണ്ടായിരുന്നില്ല. ഇവിടെ തൃശ്ശൂരിൽ അന്ന് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ആരാണ്? തുഷാർ വെള്ളാപ്പള്ളിയാണ് ഇവിടെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രതാപനെ മാറ്റി K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ അതിൻ്റെ അളവ് തൂക്കമാണ് BJPക്കാരെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം ആലോചിക്കണം, ഇത് NDAയുടെ സീറ്റായിരുന്നു, അല്ല തുഷാർ വെള്ളാപ്പള്ളിയുടെ പാർട്ടിയുടെ സീറ്റായിരുന്നു. ആ സീറ്റിൽ നിന്നും തുഷാർ വെള്ളാപ്പള്ളിയെ വയനാട്ടിലേക്ക് കൊണ്ടുപോയി ഇവിടെ സുരേഷ് ഗോപിയെ മത്സരിപ്പിച്ച കാര്യം നമുക്ക് ഓർമ്മയുണ്ടാകണം. അതിൻ്റെ കാര്യം അത് ആ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ അന്ന് ഉണ്ടായ വോട്ട് വിഹിതത്തിൻ്റെ വർധനമെന്ന് പറയുന്നത് കേരള സംസ്ഥാനത്ത് NDAക്കകത്ത് നമ്മുടെ സംസ്ഥാനത്തെ ഒരു പ്രബല സമുദായത്തിന് സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി വന്നത് എന്നതാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടാകാം, അതിലേക്കൊന്നും ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യമാണ് പറയേണ്ടത്, ഈ സുരേഷ് ഗോപി ഇവിടെ മത്സരിക്കുമോ, അദ്ദേഹം നോമിനേഷൻ കൊടുക്കുമോ, അദ്ദേഹം ഈ തിരിച്ചു പോകുമോ എന്ന കാര്യം അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. ഒരു പബ്ലിക് ഇടത്തിലാണ്. പിന്നെ നിഷാദ് ഒരു കാര്യം മനസ്സിലാക്കണം, ആ റെക്കോർഡ് ചെയ്തതാരാണ്? ഈ പറയുന്ന ഈ കോളനിയിൽ സുരേഷ് ഗോപി ഇവരുടെ പ്രവർത്തകരുമായി സംസാരിക്കുന്നത് എൻ്റെ അറിവിൽ ഒരു മാധ്യമ പ്രവർത്തകനും ആ വാർത്ത റെക്കോർഡ് ചെയ്തതല്ല. ഞാൻ മീഡിയ വണ്ണിലും മാതൃഭൂമിയിലും മനോരമയിലും എല്ലാറ്റിലും ആ വാർത്ത കണ്ടു, യഥാർത്ഥത്തിൽ ശരിയാണ്. പക്ഷെ എൻ്റെ അറിവനുസരിച്ച് ആ റെക്കോർഡ് ചെയ്തത് തന്നെ BJP പ്രവർത്തകരാണ്. തൃശ്ശൂർ ജില്ലയിലെ BJP പ്രവർത്തകർക്ക് സുരേഷ് ഗോപിയോട് മത്സരിക്കുന്നത് ഇഷ്ടമല്ല. ഇവിടെ ഈ പറയുന്ന മാതാവിന് നൽകിയ സ്വർണ്ണ വിവാദം ഇവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യമാണ്. അത് ഞാനാണല്ലോ ആദ്യമായി ഫേസ്ബുക്കിൽ അത് പോസ്റ്റ് ചെയ്തൊരാൾ. എനിക്കറിയാലോ, എനിക്ക് ഈ രഹസ്യം കൈമാറി തന്ന ഇവരുമായി ബന്ധമുള്ള നേതാവിനെ
ഞാനത് പരസ്യമായ വിവാദത്തിലേക്ക് പോകുന്നില്ല, ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ സുരേഷ് ഗോപി മത്സരിക്കാൻ ഒരു താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നത് BJP നേതാക്കന്മാരാണ്. എന്തിനാണ് കെ മുരളീധരനെ പോലെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റും 12ാമത്തെ തവണ ഇലക്ഷനിൽ മത്സരിക്കുന്ന നിരവധി തവണ MP-യും MLA-യുമായ കെ മുരളീധരനെ ഇങ്ങനെ നിഘണ്ടുവിലില്ലാത്ത, നമ്മളാരും പ്രയോഗിക്കാൻ കഴിയാത്ത ഒരു വാക്കുപയോഗിച്ചുകൊണ്ട് എന്തിനാണ് BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രകോപിതനാക്കുന്നത്? ആ കാൻഡിഡേറ്റ് ഇറങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന് വാശി കൂട്ടുന്നത് ഞങ്ങളുടെ പ്രവർത്തകർക്കുണ്ടായ വീര്യം എന്താണ്? ആയിരക്കണക്കിന് പ്രവർത്തകരല്ലേ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ ഒരു അറിയിപ്പ് പോലും കൊടുക്കാതെ വന്നത്. ഞങ്ങളുടെ റോഡ് ഷോ നാളെയാണ്, ഞങ്ങളുടെ കൺവെൻഷൻ നാളെയാണ്. ഞങ്ങളുടെ റോഡ് ഷോ നാളെ പ്രഖ്യാപിച്ചിട്ട് അത് മാറ്റി ഞങ്ങൾക്ക് ഇന്ന് അത് റോഡ് ഷോ ആക്കി മാറ്റേണ്ടി വന്നത് കേരളത്തിന്റെ തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ പഴയ കാലത്തെയും പുതിയ കാലത്തെയും വലിയ തോതിലുള്ള പ്രവർത്തക ബാഹുല്യമുണ്ട്. പ്രത്യേകിച്ച് പത്മജ വേണുഗോപാൽ പോയതിൻ്റെ ഒരു രോഷം ആണികൾ കാണിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. നിതിൻ കണിച്ചേരി CPI-ൽ നമ്മോടൊപ്പം ഈ ചർച്ചയിലുണ്ട്. നിതിൻ, അപ്രതീക്ഷിതമായിട്ടാണ് കെ മുരളീധരനെ അവിടെ പ്ലേസ് ചെയ്യാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നത്. കെ മുരളീധരൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളിൽ വിരലിലെണ്ണാവുന്നവരിൽ ഒരാളാണ്. ക്രൗഡ് പുള്ളർ സ്വഭാവമുള്ള എന്നൊക്കെ വിളിക്കാവുന്ന, ആളുകൾക്കിടയിൽ സ്വാധീനമുള്ള ഏറ്റവും സീനിയർ ലീഡേഴ്സിൽ ഒരാളാണ്. അദ്ദേഹം വരുന്നത് തൃശ്ശൂരിൻ്റെ ചിത്രം മാറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് ഒരു എഡ്ജ് ഉണ്ടോ നിങ്ങൾ വിചാരിച്ചിരുന്നു? അതിന് നിങ്ങളെ ഒരു പൊടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉറച്ച വിജയപ്രതീക്ഷയിൽ തന്നെയാണ് കേരളത്തിൽ എല്ലാ സീറ്റിലും മത്സരിക്കുന്നത്. തൃശ്ശൂർ സീറ്റിലും അതുപോലെ തന്നെയാണ്. കെ മുരളീധരൻ വന്നത് ക്രൗഡ് പുള്ളർ എന്നൊക്കെ വന്നാൽ കോൺഗ്രസ്സുകാർക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. പക്ഷേ കേരളത്തിലെ ജനതയെ സംബന്ധിച്ചോ തൃശ്ശൂരിലെ ജനങ്ങളെ സംബന്ധിച്ചോ എല്ലാ കാലത്തും അവർ അങ്ങനെ എടുത്തിട്ടുണ്ട് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കെ മുരളീധരൻ നേരത്തെ CPI നേതാവായിരുന്ന VV രാഘവനോട് തോറ്റ ചരിത്രം തൃശ്ശൂരിൽ തന്നെയുണ്ട്. കേരളത്തിൽ സമീപകാലത്ത് മന്ത്രിസഭയിലേക്ക് വന്ന് മന്ത്രിയായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വടക്കാഞ്ചേരി പോലെയുള്ള കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഉറപ്പുള്ള സീറ്റിൽ മന്ത്രിയായിരിക്കെ മത്സരിച്ച് വേറെ കേരളത്തിൽ അങ്ങനെ ചരിത്രം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. അങ്ങനെ പരാജയപ്പെട്ട ചരിത്രമുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വലിയ വോട്ട് ഗെറ്റ് ചെയ്യുന്ന, എവിടെ കൊണ്ട് നിർത്തിയാലും ജയിക്കാൻ കഴിയുന്ന ആളെന്നുമായി കെ മുരളീധരനെ വിശേഷിപ്പിക്കുന്നതിൽ യാഥാർത്ഥ്യമൊന്നുമില്ല. വേണമെങ്കിൽ അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ച് പോകാം. ഇവിടെ ഇപ്പം ഉണ്ടായിട്ടുള്ള എന്താ, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവായിരുന്ന KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ശ്രീമതി പത്മജ വേണുഗോപാൽ. അവർ കരുണാകരന്റെ മകൾ എന്നുള്ളത് മാത്രമല്ല, KPCC-യുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. AICC-യിൽ വോട്ടവകാശമുള്ള മെമ്പറാണ്. നിരവധി തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒക്കെ മത്സരിച്ച അങ്ങനെ വലിയ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഒരു തെരഞ്ഞെടുപ്പിന്റെ സുപ്രധാനമായ ഘട്ടത്തിൽ BJP-യിലേക്ക് പോവുകയാണ്. എന്ന് വെച്ചാൽ BJP-യും കോൺഗ്രസും തമ്മിലുള്ള അതിർവരമ്പ് മറ്റേത് കാലത്തേക്കാൾ കൂടുതൽ ഇല്ലാതായിരിക്കുന്ന മതനിരപേക്ഷമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് വ്യക്തമായിരിക്കുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ നേതാക്കൾ ഇങ്ങനെ കൂട്ടത്തോടെ BJP-യിലേക്ക് പോകുന്നത്. അത് കോൺഗ്രസിനെ അങ്കലാപ്പിലാക്കിയിട്ടുണ്ട്. ആ അങ്കലാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൈകാലിട്ടടിക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി മാറ്റുമ്പോൾ പ്രതാപൻ അത്ര മോശമായിട്ടുള്ള ആളാണോ? നേരത്തെ നിങ്ങളിപ്പോൾ ഇവിടെ ടൈറ്റിലിൽ കൊടുത്ത പോലെ ത്രികോണ മത്സരം ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെ അത് TN പ്രതാപന ഉണ്ടായിരുന്നപ്പോഴാണ് തൃശ്ശൂരിൽ അതിനുള്ള സാധ്യതയെങ്കിലും ഉണ്ടായിരുന്നത്. BJP ചെയ്യുന്നത് എന്താ? സുരേഷ് ഗോപിയെ പോലെ കേരളത്തിൽ ഒരു സിനിമാ താരമായിരുന്ന, താരമൂല്യം ഉണ്ടായിരുന്ന ഒരാളെ BJP അവരുടെ രാഷ്ട്രീയ നേതാവായി അവതരിപ്പിക്കുന്നു. അദ്ദേഹമാണെങ്കിൽ ചില കോമാളി പഞ്ച് ഡയലോഗുകളൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച് തൃശ്ശൂരിൽ അദ്ദേഹം എന്തോ അങ്ങ് വിജയിച്ചേക്കും എന്ന നിലയിലുള്ള ആർക്കും വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ചില സോഷ്യൽ മീഡിയ പ്രചരണങ്ങളൊക്കെ നടത്തി രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും ഒക്കെ കേട്ടാൽ തന്നെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകരെ, ഇന്നും ഇപ്പോൾ വന്നിട്ടുള്ള വാർത്തകളിൽ BJP-യുടെ തന്നെ പ്രവർത്തകരോട് അദ്ദേഹം ചോദിക്കുന്നതൊക്കെ കേട്ടാൽ നമുക്കറിയാം. രാഷ്ട്രീയ പ്രവർത്തനമായോ അല്ലെങ്കിൽ ജനങ്ങളെ നേരിടുകയോ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന ഒരു നേതാവോ ആയിട്ടല്ല. പക്ഷെ BJP എങ്ങനെയോ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് തൃശ്ശൂരിൽ നരേന്ദ്രമോദിയൊക്കെ 2-3 തവണ വന്നാൽ ആ മണ്ഡലത്തിൽ അവർക്കൊരു മേൽക്കൈ കിട്ടുമെന്നൊക്കെയാണ് അവർ ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ മന്ത്രിയായിരുന്ന, തൃശ്ശൂരിലെ ജനങ്ങൾക്കൊപ്പം എല്ലാ കാലത്തും നിൽക്കുന്ന, തൃശ്ശൂരിലെ ജനങ്ങളുടെ രാഷ്ട്രീയത്തിന് അതീതമായ ബന്ധങ്ങളും സൗഹൃദങ്ങളും ജനങ്ങൾ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന
ശ്രീ വി എസ് സുനിൽകുമാറാണ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നത്. നിതിൻ, ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ പറയുന്നത് പത്മജ വേണുഗോപാൽ അപ്പുറത്തേക്ക് പോയത് കോൺഗ്രസിന്റെ വിശ്വാസ്യതയെ ബാധിക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും സമർത്ഥമായും ഫലപ്രദമായും ഉപയോഗിക്കാൻ കഴിയുമായിരുന്ന ഒരു ഫാക്ടറിനെ സ്ഥാനാർത്ഥിയെ മാറ്റിയതിലൂടെ അടച്ചു കളഞ്ഞില്ലേ കോൺഗ്രസ്? ഞാൻ അങ്ങനെ കൂടി ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ കെ മുരളീധരനെ തന്നെ അവിടെ കൊണ്ടുവരികയും പത്മജയ്ക്കെതിരെ വളരെ സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യുന്നു. അതുവഴി പത്മജ വിഷയത്തിലുണ്ടായിട്ടുള്ള ഡാമേജിനെ കുറച്ചൊന്ന് മറികടക്കാൻ സത്യത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ലേ? അല്ല, അങ്ങനെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ജനം കെ മുരളീധരനെ ഇപ്പം എങ്ങനെയാണ് വിശ്വസിക്കുക? പത്മജ വേണുഗോപാലിന് പോകാമെങ്കിൽ കെ മുരളീധരന് പോകാമല്ലോ. കെ മുരളീധരന് മാത്രമല്ല, കേരളത്തിലല്ല, അതല്ലേ BJPയുടെ ദേശീയ നേതാക്കളും പ്രധാനമന്ത്രി ഉൾപ്പെടെ പറഞ്ഞു, ഞങ്ങൾ 2 അക്കത്തിലേക്ക് കേരളത്തിൽ നിന്ന് MP എത്തിക്കും. 2 അക്കത്തിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാൽ BJP ജയിക്കുമെന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല, നിങ്ങൾ ആരെ ജയിപ്പിച്ചാലും ഞങ്ങൾ 2 അക്കത്തിലേക്ക് എത്തിക്കും എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ MP ജയിച്ചാൽ BJPക്ക് അത് മതി, ഞങ്ങൾ പർച്ചേസ് ചെയ്തു കൊള്ളാം എന്നതാണ് BJP. അത് ഇവിടെ മാത്രമല്ല, ദേശീയ തലത്തിൽ BJPയുടെ നിലപാട് അതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ ഹിമാചൽ പ്രദേശിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പുമായി കണ്ടു. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച 6 MLA മനു അഭിഷേക് സിംഗ്വിക്കെതിരായി വോട്ട് രേഖപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടു. BJP സ്ഥാനാർത്ഥി രാജ്യസഭയിലേക്ക് വന്നു. ഇവിടെ തന്നെ ഇപ്പൊ ഈ പാനൽ, നിങ്ങൾ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള പാനലിൽ നിങ്ങൾ നോക്കൂ, KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭാ അംഗമാണ്. ഇനിയും 2 വർഷത്തിലേറെ അദ്ദേഹത്തിന് കാലാവധിയുണ്ട്. ഇനി ആലപ്പുഴയിൽ KC വേണുഗോപാൽ ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഇനി KC വേണുഗോപാൽ ജയിച്ചു എന്നിരിക്കട്ടെ, രാജ്യസഭയിലെ രാജ്യസഭാ സീറ്റ് ആർക്കാ കിട്ടുക? കോൺഗ്രസിന് നിലനിർത്താൻ കഴിയുമോ? അപ്പോൾ BJPക്ക് പാർലമെന്റിൽ അംഗങ്ങളെ ഉണ്ടാക്കി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തതുപോലെയാണ് ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യുന്നത്. ഇത് കോൺഗ്രസിന്റെ രാഷ്ട്രീയമായ പാപ്പരത്വമാണ്. ഈ കോൺഗ്രസിനെ എങ്ങനെ വിശ്വസിക്കും? കേരളത്തിലെ ജനം ഈ തെരഞ്ഞെടുപ്പിൽ ചോദിക്കാൻ വേണ്ടി പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, BJP കേരളത്തിൽ ഒരിടത്തും അങ്ങനെ ചിത്രത്തിലുള്ളൊരു പാർട്ടിയല്ല. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇപ്പോഴും കേരളത്തിൽ LDFും UDFും തന്നെയാണ് പ്രധാനമായ പോരാട്ടം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിലും BJP ഒരു ചിത്രത്തിലേ ഉള്ള പാർട്ടിയല്ല, തിരഞ്ഞെടുപ്പിന്റെ ജയപരാജയത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതല്ല. പക്ഷേ BJPയെ പരാജയപ്പെടുത്താൻ, കേന്ദ്രത്തിൽ അധികാരത്തിൽ BJP വരാതിരിക്കാൻ, മതനിരപേക്ഷത സംരക്ഷിക്കാൻ എങ്ങനെ കോൺഗ്രസിന് വിശ്വസിക്കും? അതാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിൽ ഉയരാൻ വേണ്ടി പോകുന്ന ചോദ്യം. നിങ്ങൾ BJPയെ പരാജയപ്പെടുത്തണമെങ്കിൽ അതിന് കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല, ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്ന് ജനം കൂടുതൽ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നതാണ്. ഇപ്പൊ പത്മജ വേണുഗോപാൽ പോയി, നാളെ കെ മുരളീധരൻ പോകില്ല എന്ന ഉറപ്പ്. നിങ്ങൾ കെ മുരളീധരൻ എങ്ങനെയാ ഒരു ക്രെഡിബിലിറ്റിയുള്ള നേതാവായിട്ട് എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? കെ മുരളീധരനെ അടച്ചു വെക്കാൻ കഴിയുന്നതല്ല വിശ്വാസ്യതാ ചോർച്ചയുടെ ഹോൾ എന്ന് പറയാണ് CPMന്റെ പ്രതിനിധി. അല്ല, ശ്രീ കൃഷ്ണദാസ്, തൃശ്ശൂരിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ നിങ്ങൾ പത്മജ വേണുഗോപാലിനെ പോലെ തോൽവികൾ മാത്രം പാരമ്പര്യമുള്ള ഒരു നേതാവിനെ എടുക്കുന്നത്. അത് പ്രയോജനപ്പെടുമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടോ? പത്മജ വേണുഗോപാലിന് കുറേ പിന്തുണക്കാരുണ്ട്, അവരെന്ത് രാഷ്ട്രീയ തീരുമാനം എടുത്താലും അതിൻ്റെ പിന്നാലെ പോയി വോട്ട് ചെയ്യുന്നവർ, കരുണാകരൻ്റെ ലെഗസി, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ശരിക്കും വിചാരിക്കുന്നുണ്ടോ തൃശ്ശൂരിൽ? പക്ഷേ തൃശ്ശൂരിൽ എന്ന് മാത്രമല്ല, കേരളത്തിലെ ഏത് മണ്ഡലത്തിലാണെങ്കിലും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് മുന്നണിയാണെങ്കിലും അവർ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ അവർ അവരവരുടെ മുന്നണിയിലോ പാർട്ടിയിലോ അവർ ചർച്ച ചെയ്തതിനു ശേഷം വരുന്ന സ്ഥാനാർത്ഥികളാണ്. ശ്രീ അനിൽ അക്കര സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ന് വന്നിട്ടുള്ള ഏതോ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അദ്ദേഹം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ അനിൽ അക്കരയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 2014 BJPക്കുണ്ടായിരുന്ന ഏതാണ്ട് 10% താഴെയുള്ള വോട്ട് 29% വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ശ്രീ സുരേഷ് ഗോപി 3ാം സ്ഥാനത്ത് വന്നുള്ളൂ. എങ്കിലും ആ പാർലമെന്റ് മണ്ഡലത്തിലെ അതിശക്തമായിട്ടുള്ള സാന്നിധ്യമായി മാറാൻ വേണ്ടി കഴിഞ്ഞത്. അതിനുശേഷം കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ പ്രതാപനെയും ശ്രീ സുരേഷ് ഗോപിയും ആ മണ്ഡലത്തിൽ വിലയിരുത്തുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാണ് പ്രതാപനെ മാറ്റാനുള്ള സാഹചര്യം ഉണ്ടായത്? സുരേഷ് ഗോപിക്ക് ഒത്ത എതിരാളിയാണ് എന്നുണ്ടെങ്കിൽ പ്രതാപനെ മാറ്റുകയല്ലല്ലോ വേണ്ടത്, പ്രതാപനെ അവിടെ മത്സരിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ പ്രതാപനിൽ എന്തോ ഒരു വലിയ കുറവ് കാണുന്നത് പ്രതാപന്റെ കുറവ് മാത്രമായിട്ടല്ല നിങ്ങൾ കാണുന്നത്. UDFന് മൊത്തത്തിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വിജയിക്കാനുള്ള സാധ്യതക്കുറവ് നിങ്ങൾ തിരിച്ചറിയുകയാണ്. എന്തുകൊണ്ടാണ് ശ്രീമതി പത്മജ BJPയിലേക്ക് വന്നതിന് തൊട്ടടുത്ത ദിവസം
അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ തരത്തിൽ കോൺഗ്രസിന്റെ അങ്കലാപ്പോട് കൂടിയിട്ടുള്ള നേതൃത്വ ചേരലും സ്ഥാനാർത്ഥിയെ മാറ്റലും വടകരയിൽ നിന്ന് സ്ഥാനാർത്ഥിയെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരികയെല്ലാം ചെയ്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അപ്പം നിങ്ങൾ അങ്കലാപ്പിലാണ് എന്ന് മാത്രമല്ല, അത് ഒരു വ്യക്തിയുടെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ശ്രീ ടി എൻ പ്രതാപനെയോ ശ്രീ മുരളീധരനെയോ അവരുടെ കഴിവുകളെ കുറച്ച് കാണാനോ ഏതെങ്കിലും തരത്തിൽ അവരെ മോശപ്പെടുത്താനോ ഉള്ള ധാരണയുടെ അടിസ്ഥാനത്തിലല്ല പറയുന്നത്. പക്ഷെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക്, ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം ശ്രീ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്ന് നടത്തിയിട്ടുള്ള വികസന പദ്ധതികൾ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരിപാടികൾ, അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ, അത് തിരിച്ചറിയാത്തവരല്ല തൃശ്ശൂരിലെ ആളുകൾ. ശ്രീ അനിൽ അക്കരക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ടാണ്. അത് മനസ്സിലാകുമ്പോൾ തിരിച്ചറിയാത്ത ആളുകൾ എന്ന് പറയുമ്പോൾ ശ്രീ കൃഷ്ണദാസ്, അദ്ദേഹം വികസന പദ്ധതിയൊന്നുമല്ല, പേഴ്സണലി അദ്ദേഹം കയ്യിലുള്ള പൈസ എടുത്ത് ചെലവാക്കിയിട്ടുണ്ട്. BJP അവിടെ കുറെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മോദി വന്ന് ഗ്യാരണ്ടിയെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിനപ്പുറം വികസനമൊന്നും വന്നില്ല. വികസനം പറയാൻ അദ്ദേഹം MP ഒന്നും അല്ലല്ലോ. പിന്നെ രാജ്യസഭാ MP ആയിരുന്നപ്പോൾ അവിടെ ആർക്കൊക്കെയോ ചില സംഗതികളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹം അവിടെ മാതാവിന്, ലൂർദ് പള്ളിയിലെ മാതാവിന് സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ആ കിരീടത്തെക്കുറിച്ച് പലതരത്തിലുള്ള വിവാദം ഉണ്ടാവുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ പരിപാടികളും അവിടെ നിന്ന് തുടങ്ങുന്നു. BJPയുടെ ഭാരത് അരിയുടെ വിതരണം തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നു. തൃശ്ശൂരുകാർക്കും മനസ്സിലാവില്ലേ ഇത് രാഷ്ട്രീയമാണ്, ഇവിടുന്ന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്, അല്ലെങ്കിൽ കേരളം ഇത്രയും വലിയ കേരളം ഉണ്ടായിട്ട് സകലതും തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്നത് എന്തിനായിരിക്കും ചിന്തിക്കാനുള്ള ശേഷിയൊക്കെ തൃശ്ശൂരുകാർക്കും ഇല്ലേ? പത്മജ വേണുഗോപാൽ BJPയിലേക്ക് വന്നപ്പോൾ ആ ദിവസങ്ങളിൽ ശ്രീ ടി എൻ പ്രതാപൻ പറഞ്ഞൊരു വാചകം എനിക്ക് ഓർമ്മ വരികയാണ്. കരുണാകരനും ഗുരുവായൂരപ്പനും, കരുണാകരന് ഏറ്റവും വിശ്വാസമുണ്ടായിരുന്ന ഗുരുവായൂരപ്പനും പ്രതാപനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിയെടുക്കും എന്നാണ് പറഞ്ഞത്. 24 മണിക്കൂർ പോലും അതിന് ആയുസ്സുണ്ടായില്ല. ആ സ്ഥലത്തിരുന്നു കൊണ്ടാണ് നമ്മൾ മാതാവിന് കിരീടം കൊടുത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. എൻ്റെ നിഷാദെ, ഇതൊക്കെ രാഷ്ട്രീയത്തിൽ നമുക്ക് ഫേസ്ബുക്കിലിടാം, വാട്സപ്പിലിടാം, വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിക്കാം. അതൊന്നും സാധാരണക്കാരൻ്റെ മനസ്സിൽ കടന്നു കയറുന്ന കാര്യങ്ങളല്ല. അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദേവാലയത്തിൽ പോയി ഒരു കർമ്മം ചെയ്തിട്ടുണ്ടാകും. അതിലെന്താ തെറ്റുള്ളത്? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പോവാത്തവരാണോ? ശ്രീ മുരളീധരൻ ആരെ കണ്ടിട്ടാണ് തൃശ്ശൂരിലേക്ക് വന്നത്? കഴിഞ്ഞ ദിവസം വടകരയിൽ നിന്ന് വരുന്ന വഴി അദ്ദേഹം ആരെയാണ് കാണാൻ പോയത്? തൃശ്ശൂരിലേക്ക് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം ആരെ കണ്ടിട്ടാണ് വന്നത്? അതേതെങ്കിലും നടപടിയുടെ അടിസ്ഥാനത്തിലാണോ? ഞാനത് പറയണ്ടല്ലോ, ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ രാഷ്ട്രീയമാണ് മുരളീധരന്റെ രാഷ്ട്രീയം. മുരളീധരൻ ജിഫ്രി തങ്ങളെ മാത്രമല്ല അങ്ങനെ ധരിച്ചോളൂ. ധരിക്കാനല്ല, അതാണ് നിങ്ങൾ പറയുന്നത്. എനിക്ക് മനസ്സിലായി. മുരളീധരൻ ജിഫ്രി തങ്ങളെ മാത്രമല്ല കാണുന്ന, എല്ലാ മത നേതാക്കളെയും കാണുന്ന ആളാണ്. സുരേഷ് ഗോപി എല്ലാ മത നേതാക്കളെയും കാണുമോ? സുരേഷ് ഗോപി മുരളീധരൻ ജിഫ്രി തങ്ങളെ കാണും, NSSന്റെ നേതാവിനെയും കാണും, സഭാ മേലധികാരികളെയും കാണും, എല്ലാവരെയും കാണും. സുരേഷ് ഗോപി എല്ലാ മത നേതാക്കളെയും കാണുമോ? ആരെയാ കാണാത്തത്? ആരെ കണ്ടുള്ളൂ? ദേവാലയത്തിൽ പോയിട്ടുള്ളത് അവിടെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇത്ര % വോട്ടുണ്ട്, അവർ നിർണായക ഫാക്ടർ ആയതുകൊണ്ട് ആ ദേവാലയത്തിൽ പോകുന്നു. കേരളത്തിൽ വേറെ ദേവാലയത്തിലൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹം ജനിച്ച കൊല്ലത്തോ താമസിക്കുന്ന തിരുവനന്തപുരത്തോ വേറെ ദേവാലയങ്ങളിലൊന്നും പോകുന്നില്ലല്ലോ. അദ്ദേഹം എത്ര മുസ്ലിം ലീഡേഴ്സിനെ കണ്ടിട്ടുണ്ട്? ഇതൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. അവിടെ ആരെവിടെ പോയി, ആരെ കണ്ടു എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അത് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. അത് ഉയർത്തിപ്പിടിക്കുന്ന ഓരോരുത്തരും ആരെ കാണുന്നു കാണാതിരിക്കുന്നു എന്നതിൽ പോലും രാഷ്ട്രീയമുണ്ട്. നിങ്ങൾ ജിഫ്രി തങ്ങളെ മുരളീധരൻ കണ്ടത് കുഴപ്പമായിട്ട് പോലും അവതരിപ്പിക്കുന്നു എങ്കിൽ അവതരിപ്പിക്കുന്നെങ്കിൽ മുരളീധരൻ എല്ലാവരെയും കാണുന്നുണ്ട്, എല്ലാവരെയും കാണുന്നതാണ് അയാളുടെ രീതി. നിങ്ങളുടെ സ്ഥാനാർത്ഥി എല്ലാവരെയും കാണില്ല, ചില ആളുകളെ ഞാൻ അകറ്റി നിർത്തിയിട്ടുണ്ട് എന്ന വിഭജനത്തിന്റെ സന്ദേശം നിരന്തരം പറയുന്ന പങ്കുവെക്കുന്ന ആളാണ് സുരേഷ് ഗോപി. ഏതാ സീരിയസ് സംഗതി? ഏതാണ്? നിഷാദിനത് മനസ്സിലാവാത്തത് കൊണ്ടാണ്, നിഷാദിനും അനിലക്കരയ്ക്കും അത് മനസ്സിലാവാത്തത് കൊണ്ടാണ് ശ്രീ അനിലക്കര, അതാണ് അദ്ദേഹത്തിന്റെ നിലപാടിനോട് ഞാൻ എൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ടാണ്. ഗുരുവായൂരപ്പനെ പിടിച്ച് പറഞ്ഞതിന് ശേഷം 24 മണിക്കൂർ തികഞ്ഞില്ലെന്ന് ആ വിശ്വാസ പ്രമാണം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നത്. ഞാനതാ സൂചിപ്പിച്ചത്. മുരളീധരൻ ആരെ കണ്ടുകൊണ്ടാണ് വന്നത് എന്ന് ഞാൻ ചോദിച്ചതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതാണെങ്കിൽ അതായിക്കോട്ടെ, ഞങ്ങൾക്കതിൽ തെറ്റില്ലെന്നേ. അത് ഞങ്ങൾ തെറ്റ് കാണുന്നില്ലല്ലോ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാം, എല്ലാ മത നേതാക്കളെയും കാണുന്നതിന്റെ ഭാഗമാണത്. നിങ്ങളെന്തിനാ അത് മാത്രം? നിങ്ങൾക്ക് എല്ലായ്പ്പോഴും BJPക്കാരുടെ പ്രശ്നം ഇതാണ്. നിങ്ങളെന്തിനാ അത് മാത്രം എടുക്കുന്നത്? മുരളീധരൻ ഇതുവരെ കണ്ടിട്ടുള്ള ലീഡേഴ്സിന്റെ ചരിത്രം എടുത്ത് പരിശോധിക്ക്. ആരെയൊക്കെ കാണുന്നു, ആരുമായിട്ട് ബന്ധമുണ്ട്. നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഏതൊക്കെ കമ്മ്യൂണിറ്റിയുമായിട്ട് ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ട്?
അത് പ്രധാനപ്പെട്ടതാണല്ലോ ഈ രാജ്യത്ത്, ഈ ജനാധിപത്യ ക്രമത്തിൽ, ഈ സാമൂഹ്യ ക്രമത്തിൽ. ചില പ്രത്യേക ആളുകളെ മാത്രം സെലക്ട് ചെയ്ത് അവരുമായി മാത്രം ബന്ധം ഉണ്ടാക്കുകയും അവരുടെ കൂടെ ഇരിക്കുന്നതിന് ചിത്രം പ്രചരിപ്പിക്കുകയും ചെയ്ത് മനുഷ്യരെ തട്ടാക്കുന്ന രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ എല്ലാവരെയും കാണുന്നവരെ നിങ്ങൾക്ക് പിടിക്കില്ല. അല്ല, അതല്ലേ നമ്മൾ സംസാരിക്കേണ്ട വിഷയം. നിഷാദ് അത്രക്ക് അതിനകത്ത് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ രാഷ്ട്രീയത്തിന് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സമയത്ത് ഈ രാജ്യത്തെ എല്ലാ ജനാധിപത്യ വിശ്വാസികളും എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ ആളുകൾ വന്നിട്ടുണ്ടെന്നേ. ഞങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇതിനേക്കാൾ വലിയ ആളുകൾ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ നേതാക്കന്മാർ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ഈ CPMന്റെ നേതാക്കന്മാർ പറയുന്നത് BJPയിലേക്ക് കോൺഗ്രസ്സുകാർ വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിയും LDFന്റെ കൺവീനറുമെല്ലാം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചത്? 30 കൊല്ലക്കാലം ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ള ആളെയല്ലേ അവിടെ ഷാളണിച്ച് സ്വീകരിച്ചത്. അപ്പോൾ കോൺഗ്രസ്സുകാർ വരുന്നതിനെ കുറിച്ച് പറയുകയും മറുഭാഗത്ത് ഞങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ അതെല്ലാം കണ്ടില്ല എന്ന് അടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയമാണ് ഇവിടെയുള്ളത്. അങ്ങനെ കാണാൻ കഴിയില്ലെന്നേ. പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ മാത്രമല്ല കേരള രാഷ്ട്രീയത്തിൽ അവർക്ക് അവരുടേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അതിനൊരു തർക്കവുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്തിനാ കോൺഗ്രസ്സുകാർ ഇത്ര വേവലാതിപ്പെടുന്നത്? TN പ്രതാപനെ എന്തിനു മാറ്റണമില്ലെങ്കിൽ TN പ്രതാപനെ മാറ്റുന്നതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയം എന്താണ്? അത് പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതുകൊണ്ടുള്ള പരാജയഭീതി മാത്രമാണ്. അപ്പോൾ TN പ്രതാപനെ മാറ്റിക്കൊണ്ട് മുരളീധരനെ കൊണ്ടുവരുമ്പോൾ പത്മജ BJPയിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള ജനകീയമായിട്ടുള്ള മാറ്റം, അല്ലെങ്കിൽ അവർ വരുമ്പോഴുള്ള രാഷ്ട്രീയ മാറ്റം, അവർ വരുമ്പോഴുള്ള രാഷ്ട്രീയ പ്രതിഫലനം അത് സമ്മതിക്കുന്നു. പക്ഷേ ഈ ചർച്ച തുടങ്ങുമ്പോൾ താങ്കൾ പറഞ്ഞത് കെ മുരളീധരൻ തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയ ആളാണ് എന്നാണ്. നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് തോൽവികൾ മാത്രം ഏറ്റുവാങ്ങിയ പാരമ്പര്യം തൃശ്ശൂരിലുള്ള ആളാണ് ഇദ്ദേഹം എന്നാണ്. അപ്പോൾ നിങ്ങൾ സവിശേഷമായി ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിലെ തോൽവികളെല്ലാം. നിങ്ങളുടെ കൂടെ കൂടിയിട്ടുള്ള ആൾ ഒരു തെരഞ്ഞെടുപ്പും ജയിച്ചിട്ടുള്ള ആളല്ല. അവർക്ക് മാത്രം എന്ത് ബന്ധം ഉണ്ടാവും എന്ന് പറഞ്ഞാലേ ഈ ഒരു വിരുദ്ധ സമീപനത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. ചർച്ചയിലേക്ക് വീണ്ടും അനിൽ അക്കരാം, ഈ മുരളീധരൻ്റെ തൃശ്ശൂരിലെ വരവിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴെല്ലാം എതിരാളികൾ ഉയർത്തുന്ന ഏറ്റവും പ്രധാന സംഗതി കരുണാകരൻ്റെ തെരഞ്ഞെടുപ്പ് മോഹങ്ങളെ തട്ടിത്തകർത്ത പാരമ്പര്യമുള്ള, കരുണാകരൻ്റെ മക്കളുടെ തെരഞ്ഞെടുപ്പ് മോഹങ്ങളെ തട്ടിത്തകർത്തു മാത്രം പാരമ്പര്യമുള്ള നാടാണ് തൃശ്ശൂർ. അവിടെ ഒരു നിലയ്ക്കും ഒരു താര സ്ഥാനാർത്ഥിയാവാൻ പോകുന്നില്ല ഇദ്ദേഹം എന്നാണ്. അപ്പോൾ സംഘികളുടെ വിജയമോഹങ്ങളെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഈ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ കെ മുരളീധരൻ പറയുന്നതും കേട്ടു. അദ്ദേഹം നേമത്ത് തോൽപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ജയിക്കാനല്ല തോൽപ്പിക്കാനാണോ അദ്ദേഹം വരുന്നത്? നിഷാദ്, ഇതിനകത്ത് പിന്നെ നേരത്തെ ഇവർ രണ്ടുപേരും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിരുന്നത്. ശ്രീ TN പ്രതാപൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് മാറി ശ്രീ കെ മുരളീധരൻ വരുന്നവരെ TN പ്രതാപൻ മത്സരിക്കുമെന്നുള്ള സാധ്യതയുള്ള സമയത്ത് എന്തിനാണ് TN പ്രതാപൻ മത്സരിക്കുന്നത്? അദ്ദേഹം പലതവണ പറഞ്ഞതല്ലേ ഞാൻ മാറി നിൽക്കാം എന്ന് പറഞ്ഞിട്ട്. എന്തിനാണ് അദ്ദേഹത്തെ മത്സരിപ്പിക്കുന്നത്? കോൺഗ്രസിന് സ്ഥാനാർത്ഥികളെ കിട്ടാഞ്ഞിട്ടാണോ എന്നുള്ള ഒരു ചർച്ചയാണ് ആദ്യം നടന്നിരുന്നത്. നിതിൻ കണിച്ചേരി പറയുന്നത് ഞങ്ങളും BJPയും തമ്മിലുള്ള ധാരണ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂരിലെ ED അന്വേഷണത്തെക്കുറിച്ച് ഞാൻ വീണ്ടും ഇവിടെ സൂചിപ്പിക്കുന്നില്ല. ആ ED അന്വേഷണം എവിടെ എത്തി എന്നതിനെക്കുറിച്ച് നമുക്കിപ്പോൾ ഒരു ധാരണയുണ്ട്. വടക്കാഞ്ചേരിയിലെ കൗൺസിലർ അരവിന്ദാക്ഷൻ എത്ര മാസമായി പിന്നെ കാക്കനാട് ജയിലിൽ കിടക്കുന്നു. അരവിന്ദാക്ഷൻ പറഞ്ഞ കാര്യങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ CPM നേതാക്കന്മാർക്ക് നടപടി എടുക്കണ്ടേ? അല്ലെങ്കിൽ അരവിന്ദാക്ഷനെതിരെ നടപടി എടുക്കണം? ഒന്നും എടുത്തില്ലല്ലോ. ഇവിടെ ED അന്വേഷണവുമായി ബന്ധപ്പെട്ട് അതിനപ്പുറത്ത് ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവരുടെ മകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ കമ്പനി ആക്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് ഇപ്പോൾ പിന്നെ അവർക്കെതിരെ FIR ഇട്ട് അവർ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലായിരുന്നല്ലോ. 2 ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ നടന്നപ്പോൾ നമ്മൾ എന്താണ് ധരിച്ചത്? ആ അന്വേഷണം എവിടെ എത്തിപ്പോയി? എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ഡൽഹിയിൽ നിന്നും EDയുടെ തലപ്പത്തു നിന്നും അതല്ലെങ്കിൽ IT ഡിപ്പാർട്ട്മെൻറ്റ് തലത്തൊന്നും ഒന്നും പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അറസ്റ്റിനുള്ള അനുമതി കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിനകത്തുണ്ട്. അപ്പോൾ ആരുമായിട്ടാണ് BJPയും പിന്നെ CPM അല്ലേ ഇവരുമായി ബന്ധം ഈ സംസ്ഥാനത്തും ഈ രാജ്യത്തുമുള്ളത്? പിന്നെ എനിക്കിവരോട് സൂചിപ്പിക്കാനുള്ളത്, കേരളത്തിലെ കാര്യം വിട്, തമിഴ്നാട്ടിൽ നമ്മൾ മത്സരിക്കുകയല്ലേ ഇന്ത്യ മുന്നണിയുമായി, പിന്നെ UDF ഉള്ള അല്ലെങ്കിൽ ഒരു മുന്നണിക്കകത്ത് CPM മത്സരിക്കുകയല്ലേ? നിങ്ങളവിടെ പറയണമെന്നേ ഇവർ നാളെ BJPയുമായി പോകുന്ന ഒരു പാർട്ടിയാണ്, ഞങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള സഖ്യത്തിൽ ഞങ്ങളില്ല എന്ന് പറയണം. ത്രിപുരയിലെ 2 സീറ്റിൽ ഒരു സീറ്റിൽ കോൺഗ്രസും ഒരു സീറ്റിൽ CPM അല്ല മത്സരിക്കുന്നത്. പിന്നെ ബംഗാളിൽ
CPM-ഉം കോൺഗ്രസുമായി മത്സരിക്കാൻ പോകുന്ന സാഹചര്യം എന്താണ്? അപ്പം അങ്ങനെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ കേരളത്തിന് പുറത്ത് കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെട്ട് മത്സരിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കേരളത്തിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ ആം ആദ്മി സ്വീകരിച്ചൊരു ലൈൻ പറയണമെന്നേ. ഡൽഹിയിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമായി മത്സരിക്കുകയാണ്. ഗുജറാത്തിൽ ആം ആദ്മിക്ക് കോൺഗ്രസ് സീറ്റ് കൊടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അല്ല, അവിടെ പറയുന്നില്ല എന്നതുകൊണ്ട് ഇവിടെ പറയുന്നതിന് സാങ്കത്യം ഇല്ലാതാവുന്നില്ലല്ലോ. പത്മജ വേണുഗോപാലിനെ പോലുള്ള വളരെ വലിയ ലെഗസിയുള്ള ഒരാൾ പോകുക വെച്ചാൽ ചെറിയ സംഗതിയാണോ? അത് പറഞ്ഞൂടെ അവർക്ക്? അല്ല, ഞാൻ ഒറ്റ മിനിറ്റ് കൊണ്ട് പറഞ്ഞത് അവസാനിപ്പിക്കും. ഞാൻ ഒറ്റ മിനിറ്റ്. അപ്പോൾ പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ സഖ്യമായി മത്സരിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? അങ്ങനെ ഒരു മത്സരം നടന്നെങ്കിൽ BJP-ക്ക് ഒരു സാധ്യത ഉണ്ടാകുമോ, അകാലിദളിൻ്റെ സാധ്യത ഉണ്ടാകുമോ എന്ന് തീരുമാനിച്ചുകൊണ്ട് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ മത്സരിക്കുന്നത്. നമുക്കെന്തുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് കേരളത്തിൽ പോകാൻ കഴിയുന്നില്ല? ഇന്ത്യ മുന്നണിയുടെ യഥാർത്ഥത്തിലുള്ള പകർപ്പ് UDF ആണ്. ഇവരുടെ മുന്നണിക്കകത്തല്ലേ ദേവഗൌഡയുടെ പാർട്ടി ഇരിക്കുന്നത്. പിന്നെ പത്മജയുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ 2-3 തവണയായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ രണ്ടാമത്തെ അവസാനിച്ചതാണ്. പത്മജയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞങ്ങൾക്ക് ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാൻ, ഞാൻ ചർച്ച കൂടുതൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു വനിതാ നേതാവിൻ്റെ രാഷ്ട്രീയമായ മാറ്റത്തെ അത് തെരുവിൽ നിന്ന് ചർച്ച ചെയ്യേണ്ട യാതൊരു കാര്യവും ഇതിനകത്തില്ല. ഞങ്ങൾക്കതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് ദീർഘമായി കടന്നു പോകുന്നില്ല. നമുക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാൾ പാസ്വേഡ് പോലും കൈമാറി കൊടുക്കുന്നത് ാണ്. വിശ്വസ്തരായ ആളെ പോലും കൂടെ നിർത്താൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ കാലുമാറിയ ഒരാളെക്കുറിച്ച് ഇനി എന്ത് ചർച്ച ചെയ്യാനാണ്? ഞാൻ BJP-യുടെ പ്രതിനിധിയോട് പറയുകയാണ്, നിങ്ങൾക്ക് K. പത്മജ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിൽ വലിയ വിശ്വാസമുണ്ടെങ്കിൽ, കേരളമെമ്പാടും വലിയ വിശ്വാസമുണ്ടെങ്കിൽ, അവരുടെ ജനപ്രീതിയിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയാണെങ്കിൽ നിങ്ങളവരെ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുകയാണ് വേണ്ടത്. സുരേഷ് ഗോപി മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സാഹചര്യം നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ, തൃശ്ശൂരിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്, നിങ്ങളുടെ വാക്കുകൾ കടമെടുത്താൽ തന്നെ പറയാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ്, നിങ്ങൾ സ്ഥാനാർത്ഥിയെ മാറ്റിയതിലൊന്നും നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഇവിടെ തൃശ്ശൂരിൽ തന്നെ തുഷാർ വെള്ളാപ്പള്ളിയെ മാറ്റിയാണ് സുരേഷ് ഗോപി മത്സരിച്ചത്. നിങ്ങളുടെ ബാക്കി എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥികളായോ എനിക്കറിയില്ല. ആലത്തൂരിലെ സ്ഥാനാർത്ഥി നിങ്ങളുടെ ആരാണ്? നിങ്ങളവിടെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തൃശ്ശൂരിൽ K. പത്മജയിൽ നിങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് തൃശ്ശൂരിൽ K. പത്മജയെ മത്സരിപ്പിക്കുകയാണ് വേണ്ടത്. കാരണം സുരേഷ് ഗോപിയും പത്മജയും വെച്ച് നോക്കുമ്പോൾ അവർ തമ്മിൽ നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ സുരേഷ് ഗോപി 3-ാം സ്ഥാനത്ത് വന്നു, 2-ാം സ്ഥാനത്ത് പത്മജയാണ്. അപ്പോൾ ഇവിടെ ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ മത്സരിപ്പിക്കേണ്ടത് പത്മജയാണ്. നിങ്ങൾ എന്തുകൊണ്ട് അത് തയ്യാറാവുന്നില്ല? ഞാൻ നിങ്ങൾ അവരുടെ ആ പത്രമാറ്റിനെ ഒന്ന് ഉറച്ചു നോക്കാൻ പോക്ക് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ പ്രതീതിയിലോ ബാധിക്കാൻ പോകുന്നില്ല എന്ന കോൺഫിഡൻസ് ആണ് കോൺഗ്രസിന് ആ കാര്യത്തിൽ ഉള്ളത്. അല്ല, നിതിൻ കണിച്ചേരിയും കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് സുരേഷ് ഗോപി. അദ്ദേഹം എല്ലാ കാര്യത്തിലും ഇടപെടുന്നു. ഒപ്പം തന്നെ BJP സ്വാഭാവികമായും ഉപയോഗിക്കുന്ന മതപരമായ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്നു. അതിൽ തന്നെ കത്തോലിക്ക സഭയെ പ്രീണിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾ പ്രത്യേകമായി കാണേണ്ടതാണ്. ജയിച്ചാൽ മാതാവിന് 10 ലക്ഷത്തിൻ്റെ മരതകക്കല്ലുള്ള സ്വർണ്ണ കിരീടം അദ്ദേഹം ഓഫർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഒരു കിരീടം അദ്ദേഹം സമർപ്പിച്ചു. കത്തോലിക്ക സഭ വിശ്വാസികളുമായി നിരന്തരം കൂടിക്കാഴ്ച നടത്തുന്നു. അവരെ പ്ലീസ് ചെയ്യാനുള്ള പലതരം സ്റ്റെപ്സ് എടുക്കുന്നു. പലതരം ഡ്രാമാസ് അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണുകയാണ്. അപ്പോൾ ഈ പുതിയ കാലത്ത് കത്തോലിക്ക സഭയ്ക്കകത്ത് ഈ പറയുന്ന സംഘപരിവാര രാഷ്ട്രീയത്തോട് അതിനെ ബന്ധിപ്പിക്കാൻ തക്ക തരത്തിലുള്ള ചില എലമെൻസിനെ അവർ തന്നെ വെള്ളവും വളവും പോറ്റി വളർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വർക്കാവുന്നൊരു ഭീതി നിങ്ങൾക്കുണ്ടോ? ശ്രീ നിഷാദെ, ഈ കത്തോലിക്ക സഭയെ പ്രീണിപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ചില ദേവാലയങ്ങളിൽ പോയി സുരേഷ് ഗോപി നടത്തുന്ന ഈ നാടകമൊന്നും ജനം തിരിച്ചറിയില്ല എന്നാണ് നിങ്ങൾ കരുതുന്നത്? ഈ BJP-യുടെ നേതൃത്വത്തിലുള്ള RSSൻ്റെ സംഘമല്ലേ മണിപ്പൂരിലും ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും പള്ളികൾ അടിച്ചു തകർക്കുകയും കുരിശിന് മുകളിൽ കാവിക്കൊടുക്കെ കെട്ടുകയൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം എല്ലാ വിശ്വാസികളും മതനിരപേക്ഷമായി ചിന്തിക്കുന്ന മനുഷ്യരും ജനാധിപത്യപരമായി ചിന്തിക്കുന്ന മനുഷ്യരും ഒക്കെ കാണുന്നുണ്ട്. ശ്രീ അനിൽ അക്കര ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് BJP-ക്കെതിരായി കോൺഗ്രസ് ആണ് പോരാട്ടം നടത്തുന്നത്. ഇന്ത്യ മുന്നണിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നത് കേട്ടു. ഇന്ത്യ മുന്നണി എന്നാൽ കോൺഗ്രസിൻ്റെ ഒരു മുന്നണിയല്ല. അത് അനിൽ അക്കര ആദ്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ BJP-യെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യവുമായി ഇന്ത്യയിലെ ഓരോ പ്രാദേശിക സ്ഥലങ്ങളിലും പ്രദേശത്തും ശക്തമായിട്ടുള്ള പ്രാദേശിക പാർട്ടികൾ
BJPക്കെതിരായി രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ആ സംവിധാനത്തിൽ ഒരു ഭാഗമായി കോൺഗ്രസുമുണ്ട്, കോൺഗ്രസും അതിന്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളൂ. കാരണം എന്താ, കോൺഗ്രസിനെ മാത്രമായി വിശ്വസിക്കാനാവില്ല എന്ന നിലയിലേക്ക് കോൺഗ്രസ് എത്തിച്ചു. ഇപ്പോൾ സിറ്റിംഗ് MP സീറ്റ് മാറി BJPക്കെതിരായി വലിയ പോരാട്ടം നടത്തുന്നതാണ് ഇപ്പൊ നിങ്ങൾ ഈ K മുരളീധരൻ അവതരിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ, ഇതിനേക്കാൾ എളുപ്പത്തിൽ നന്നായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് പോട്ടെ. അതിനേക്കാൾ വലിയൊരു മെസ്സേജ് ഈ രാജ്യത്ത് BJPക്ക് കൊടുക്കാനുണ്ടോ, ജനങ്ങൾക്ക് കൊടുക്കാനുണ്ടോ? നിങ്ങൾ സിറ്റിംഗ് MP ആയ ഒരാളെ സീറ്റ് മാറ്റി മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിനൊരു പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ വയനാട് നിന്ന് രാഹുൽ ഗാന്ധിയെ മാറ്റി അദ്ദേഹം അമേഠിയിൽ മത്സരിക്കട്ടെ. BJPക്കെതിരായ ഒരു വലിയ ഫൈറ്റ് ആവുമല്ലോ. നിങ്ങൾ ആ സീറ്റിലേക്ക് വേറെ ആരെങ്കിലും ഒരാളെ കൊണ്ടുവരൂ. നിങ്ങൾ എന്തിനാണ് പിന്നെ TN പ്രതാപനെ പോലെയുള്ള ഒരാളെ തന്നെ മാറ്റി K മുരളീധരനെ കൊണ്ടുവരണമെന്ന്? ഒന്ന്, വടകരയിൽ മത്സരിച്ചാൽ K മുരളീധരൻ പച്ച തൊടില്ല, മത്സരിച്ച് ജയിക്കാനാവില്ല എന്ന് K മുരളീധരൻ അറിയാം. K മുരളീധരൻ ഇപ്പോഴും കോൺഗ്രസിൽ ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, സഹോദരി പോയ വഴിയിൽ ഞാനും പോകും, കുറെ കൂടി സാധ്യതയുണ്ട് എന്ന് മുരളീധരൻ കരുതുന്ന ഒരു മണ്ഡലം തൃശ്ശൂരിലേക്ക് വന്നാൽ അദ്ദേഹത്തിന് പറ്റുമെന്നാണ് അദ്ദേഹം. പക്ഷേ ഞാനത് ആദ്യം തന്നെ അത് പറഞ്ഞു. തൃശ്ശൂരിലെ രാഷ്ട്രീയ ചരിത്രം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ ചരിത്രവും, നിങ്ങൾ അങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിച്ച് ജയിച്ച ചരിത്രമൊന്നും കേരളത്തിലില്ല. സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ പ്രഭാവത്തെക്കാൾ കൂടുതൽ രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്യപ്പെടുക. രാജ്യത്തിന്റെ രാഷ്ട്രീയ സാഹചര്യമല്ലേ തിരഞ്ഞെടുപ്പിൽ വിഷയമാകുന്നത്. ഓരോ പ്രദേശത്തിനകത്തും രാഷ്ട്രീയ സാഹചര്യം ചർച്ച ചെയ്യുന്നതിനൊപ്പം സ്ഥാനാർത്ഥിക്ക് കൂടി ഒരു പങ്കുണ്ട് ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ എന്നതിൽ ഞാൻ തർക്കിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ നിങ്ങൾ BJPക്കെതിരായിട്ടാണ് കോൺഗ്രസിന്റെ മത്സരം എന്നതാണ് മെസ്സേജ് എങ്കിൽ, നിങ്ങൾക്ക് ഇതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാമായിരുന്നത് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നതായിരുന്നു. അതല്ല നിങ്ങളുടെ മെസ്സേജ്. തോൽവി, പത്മജയുടെ പോക്ക്, കേരളത്തിൽ നിങ്ങൾക്ക് കയ്യിലുള്ള സീറ്റുകൾ നഷ്ടപ്പെടും എന്ന ഭയം, അങ്കലാപ്പ്, ഇതിന്റെ കൈകാലിട്ടടിക്കലാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ സംശയിക്കുന്നത് K മുരളീധരൻ തൃശ്ശൂരിൽ വരുന്നതോടുകൂടി BJPയുമായി ഒരു വോട്ട് കച്ചവടം. എന്താ വെച്ചാൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ, ഇടതുപക്ഷത്തെ എതിർക്കുക, CPMനെ എതിർക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ അജണ്ട. ആ അജണ്ടയ്ക്ക് വേണ്ടി ആരുമായും കൂട്ടുകൂടാം, കേരളത്തിൽ BJPയുമായി കൂട്ടുകൂടാമെന്ന് അനിലക്കരയൊക്കെ നേരത്തെ നടത്തിയിട്ടുള്ള സമരങ്ങളിൽ നിന്ന് തന്നെ തെളിയിച്ചിട്ടുള്ളതാണ്. കേരളത്തിലെ ജനം ഓരോ കോൺഗ്രസ്സുകാരനോടും ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എത്ര കാലം കോൺഗ്രസിൽ ഉണ്ടാകും? ശ്രീ അനിലക്കരയ്ക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ഞാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്ന്? KPCC പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോ ശ്രീ K സുധാകരൻ പറഞ്ഞ മറുപടി ഇപ്പൊ പറയാനാവില്ല. എന്ന് വെച്ചാൽ നാളെ സംഭവിക്കാം, ഞാൻ പോയേക്കാം, ഇതല്ലേ അതിന്റെ മറുപടി. ഇപ്പൊ പറയാനാവില്ല. അനിലക്കരയ്ക്ക് പറയാൻ പറ്റുമോ ഞാൻ കോൺഗ്രസിൽ തന്നെ ഉണ്ടാകുമെന്ന്? അനിലക്കരയ്ക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ എന്നുള്ളതാണ് കേരളത്തിലെ ജനം ചോദിക്കുന്ന ചോദ്യം. P. കൃഷ്ണദാസ് കത്തോലിക്ക സഭയെ നിരന്തരം പ്രീണിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾ കാണുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. കൃഷ്ണദാസ് ഈ മണിപ്പൂര് മറന്നിട്ട് ക്രിസ്ത്യാനികൾ BJPക്ക് വോട്ട് ചെയ്യുമെന്നാണ് CPM ചോദിക്കുന്നത്. തൃശ്ശൂരിലെ ചർച്ചാ വിഷയം അതൊന്നുമല്ല നിഷാദ്. ശരി, ഞാനൊന്ന് പറയട്ടെ. ശ്രീ അനിൽ അക്കര സൂചിപ്പിച്ചതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയം. പ്രധാനമായിട്ടും കേരളത്തിൽ എന്താണ് രാഷ്ട്രീയം എന്നുള്ളത് തമിഴ്നാടിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ബംഗാളിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, ത്രിപുരയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ അനിൽ അക്കര സൂചിപ്പിക്കാൻ, അതേ അനിൽ അക്കരയ്ക്ക് മറുപടിയായി LDFന്റെ പ്രതിനിധി എന്താ സൂചിപ്പിക്കുന്നത്? വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധിക്ക് അമേഠിയിലേക്ക് പോയിക്കൂടെ എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയം എന്താണ്? ഞങ്ങൾ രണ്ടുപേർ ആര് മത്സരിച്ചാലും ഞങ്ങളെല്ലാം പിന്തുണക്കാൻ പോകുന്ന ഒരേ സംവിധാനത്തിനെയാണ്. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ പരസ്പരം മത്സരിക്കുന്നത് എന്നുള്ളത് അവർ പരസ്പരം ചോദിക്കാൻ. ആ രാഷ്ട്രീയം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും, ഉറക്കെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ശ്രീ ഞാനൊരു പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ടുള്ള വിലയിരുത്തൽ വരുമ്പോൾ നിരവധി ആളുകൾ, നമ്മൾ സമൂഹത്തിൽ കാണുന്ന ആളുകൾ, അവർ അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം എന്നുള്ളതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം വേണ്ട, NDA ഭരിച്ചിരുന്ന 10 വർഷക്കാലം കേരളത്തിൽ നിന്ന് 20 MPമാരും ഈ സർക്കാരിനെ, നരേന്ദ്രമോദി സർക്കാരിനെ, NDA സർക്കാരിനെ എതിർക്കാനുള്ള സാഹചര്യമാണ് പാർലമെന്റിനകത്തും പുറത്തുമുണ്ടായത്. പക്ഷെ കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടുവന്നില്ലേ? എല്ലാ മേഖലയിലും വികസനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൊണ്ടുവന്നില്ലേ?
അപ്പോൾ കേരളത്തോട് ഒരു വിവേചനവും കാണിക്കാത്ത ഗവൺമെൻറ്റാണ് BJPയുടെ ഗവൺമെൻറ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയാൻ എല്ലാ കാര്യത്തിലും സർവ്വമാന മേഖലകളിലും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം സൂചിപ്പിക്കുന്നത് ശ്രീ സുരേഷ് ഗോപിയുടെ കാര്യത്തിലാണെങ്കിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലാണെങ്കിലും ശ്രീ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്താണെങ്കിലും ശ്രീ വി മുരളീധരൻ ആറ്റിങ്ങലിലാണെങ്കിലും ഞങ്ങൾ മത്സരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും BJPയുടെ ഒരു ആളവിടെ മത്സരിക്കുന്നത് കൊണ്ടല്ലല്ലോ, കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ BJPയുടെ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള വികസന പദ്ധതികൾ അതിനെ ജനങ്ങൾ നോക്കിക്കാണുന്നത് വോട്ടാണ് ചോദിക്കുന്നത് എന്നാണ്. വ്യക്തികൾക്കല്ല ഒരു പരിധി കവിഞ്ഞ് പ്രാധാന്യം ഇല്ലെന്നാണ്. അല്ല സി അവസാനം നേരത്തെ വ്യക്തിപരമായ ചില വിമർശനം കൂടി ഉന്നയിച്ചുകൊണ്ട് ചാനലക്കരെ താങ്കൾക്ക് മറുപടിക്കുള്ള ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ്. അല്ല, ഇതിനകത്ത് അനിലക്കരയെ കുറിച്ച് ഒരു സംശയവും വേണ്ട. ഞാൻ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിലാണ്, നാളെ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിലാണ്, മറ്റന്നാളും പ്രവർത്തിക്കുന്നത് കോൺഗ്രസിലാണ്. മരിച്ച് എനിക്കൊരു ജന്മമുണ്ടെങ്കിൽ അത് കോൺഗ്രസിലായിരിക്കും. ഇത് നിതിൻ കണിച്ചേരിയുടെ ഉൾവിളിയാണ്. കാരണം എന്താണ്? കേരളത്തിൽ ആദ്യമായി BJPയിലേക്ക് പോയ MLA അൽഫോൺസ് കണ്ണന്താനമാണ്. അദ്ദേഹത്തിൻ്റെ പഴയ നേതാവാണ്, അത്ഭുതക്കുട്ടിയാണ്, അബ്ദുള്ളക്കുട്ടിയാണ് ഇപ്പം BJPയിലേക്ക് പോയിരിക്കുന്നത്. അബ്ദുള്ളക്കുട്ടിയുടെയും അൽഫോൺസ് കണ്ണന്താനത്തിന്റെയും മാർഗം പിന്തുടർന്നുകൊണ്ട് അതൊരു സ്വപ്നമായി, അദ്ദേഹത്തിന്റെ സ്വപ്നം എന്നിലൂടെ ഒരു സംശയം വേണ്ട. അത് അങ്ങനെ പറയതായിരുന്നു. അനിലക്കരയെ കുറിച്ച് അറിയുന്ന ഒരാളും അങ്ങനെ പറയില്ല. താങ്ക് യു. നിതിൻ കണിച്ചേരി, കൃഷ്ണദാസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.